ഹലോ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ അതുപോലെ ഓഫീസിൽ പോരുന്നതാണ്. ഇന്ന് നമുക്ക് ഇച്ചിരി നേരത്തെ പോകണം. നമ്മൾ 8 മണിയാകുമ്പോൾ തന്നെ ഓഫീസിൽ ചെല്ലണം. ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 9-9:30 ആകുമ്പോഴത്തേക്കും ചെന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് 8 മണിക്ക് പോകണം. കുറച്ച് ജോലിക്കുണ്ട്. ഇന്നലെ ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ ഇന്നാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ദിവസം. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പോകണം. പതിവ് പോലെ ഞാനും എൻ്റെ മുടിയും തമ്മിലുള്ള മൽപ്പിടുത്തത്തിന് ശേഷം ഞാൻ എൻ്റെ ബാക്കിൽ ലാപ്പും എൻ്റെ ചാർജറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ചിലപ്പോൾ ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഈവനിങ് ലാപ്പ് എന്തെങ്കിലും കാര്യത്തിനെടുക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ ചെക്ക് ചെയ്തിട്ട് ജോലിക്ക് പോകും. ചില സമയത്ത് ഞാൻ മിസ്സായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി വരാൻ പറ്റത്തില്ലല്ലോ. ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് താഴെ ചെന്ന് ചേട്ടന് ടാറ്റയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ജോലിക്ക് പോകുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എന്തോരം ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന്, എത്രയോരം ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ടെന്നുള്ളത്. രാവിലെയൊക്കെ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മിക്കവരും ഇവിടുന്ന് ക്യാബായിരിക്കും അല്ലെങ്കിൽ ടാക്സി ആയിരിക്കും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ യൂസ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് ദിമിത്രയും കൂടെ എടുക്കാനുണ്ടായിരുന്നു. ദിമിത്രി ഞങ്ങളുടെ ഓഫീസിലെ ബിസിനസ് മാനേജറാണ്. അപ്പം സാധാരണ പുള്ളിയാണ് എല്ലാ പ്രാവശ്യവും വന്നിട്ട് എന്നെ കൊണ്ടുപോകുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഓഫീസിൽ ചെന്ന് അത്യാവശ്യം പണിയൊക്കെ തീർത്ത് പിന്നെ കുറച്ച് സാമ്പിൾസിന് ലേബിൾസും ഒക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ വിജിച്ചേട്ട സാമ്പിൾ ഉണ്ടാക്കുന്നത് നോക്കാൻ പോയി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സാമ്പിൾ ഉണ്ടാക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. കാരണം കഴിഞ്ഞ 2 ദിവസം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നേരത്തെ പൊയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നേരത്തെ ഇറങ്ങി ഞാൻ റൂമിലേക്ക് വന്നു. റൂമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് ഇച്ചിരി കൂടെ വെജിറ്റബിൾസ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ വിമാർട്ടിൽ കയറി വെജിറ്റബിൾസും വാങ്ങി. ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇനി ചെന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം, കിടക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. നമ്മുടെ ഇടിയപ്പം തീർന്നിട്ടില്ലായിരുന്നു. ഒരു 3 എണ്ണം കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെടുത്ത് സ്റ്റീം ചെയ്യാനും വെച്ച്. പിന്നെ ഞാൻ ഷഷൂക്ക എന്ന് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയത്. ഒന്നുമില്ല, ഒരു മുട്ടയും ഒരിച്ചിരി സവാളയും ഒരിച്ചിരി തക്കാളിയും പിന്നെ മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട്. അത് ഷഷൂക്ക ആയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇടിയപ്പത്തിൻ്റെ കൂടെ ഞാൻ കഴിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.